music is always enchanting. It heals the wound of the heart when it is dull and restless. ഈശോയുടെ തിരുസുവിശേഷങ്ങൾ സംഗീതത്തിന്റെ മേമ്പടിയോടെ ഒഴുകിയെത്തുന്ന ഹോളി ബീറ്റ്സിന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് ഷാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം ചൊരിയുന്ന അനന്ത സ്നേഹത്തിന് മുന്നിൽ നന്ദിയോടെ കൈകൾ കൂപ്പി ഹോളി ബീറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. ഹലോ നിയ. ഹലോ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം ചേച്ചി, സുഖമായിട്ടോ? നിയ മോളെ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഒരുപാട് തവണ ഈ വേദിയിൽ വന്ന് പാടിയിട്ടുണ്ട് അല്ലേ? അതെ അതെ. ഇന്ന് ഏത് പാട്ടാ മോൾ ഇവിടെ പാടുന്നത്? ഞാനിവിടെ പാടാൻ പോകുന്നത് മൃദുലമാം ഹൃദയമായി നിറഞ്ഞൊരു പാട്ടാണ് പാടാൻ പോകുന്നത്. അടിപൊളി. എന്തുകൊണ്ടാണ് മോൾ ഈ പാട്ട് സെലക്ട് ചെയ്തത്? ഈ പാട്ട് ഭയങ്കര ഫീലുള്ള പോലെ തോന്നി. ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നൊരു ഫീലാണ് ഈ പാട്ടിലുള്ളത്. അതുപോലെ തന്നെ എനിക്കിഷ്ടമുള്ളൊരു സിംഗറാണ് ശ്രേയ. അപ്പോൾ ശ്രേയക്കുട്ടിയുടെ പാട്ട് പാടാമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ പാട്ട് സെലക്ട് ചെയ്തത്. അതെ, തീർച്ചയായിട്ടും നമ്മളെ ശരിക്കും മറ്റൊരു ലോകത്തിലേക്ക് ഈശോയോട് ചേർന്ന് നിൽക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള വരികളാണല്ലോ ഈ പാട്ടുകൾക്കുള്ളത്. അതെ, അപ്പോൾ എന്തായാലും നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നന്നായിട്ട് പാടാൻ മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ ഒക്കെ ജീവിതത്തിലേക്ക് നിറഞ്ഞൊഴുകുന്ന തരത്തിലുള്ള വരികളാണ് ഈ ഗാനങ്ങൾക്കുള്ളത്. നിയമങ്ങളോടൊപ്പം ചേർന്ന് ഈ മനോഹരമായ ഗാനം നമുക്കും ആസ്വദിക്കാം.
ഹായ് ഓൾ. ഹലോ. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് ഇഗ്നേഷ്യസ്, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഓക്കെ. എൻ്റെ പേര് ജോസ്റ്റിന, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ ബേസിൽ പെരുമ്പാവൂരിൽ നിന്ന് വരുന്നു. ഓക്കെ, അടിപൊളി. ഇഗ്നേഷ്യസ് ചേട്ടൻ ആദ്യമായിട്ടാണോ ഈ ഫ്ലോറിൽ പാടുന്നത്? അതെ, ഞാൻ ആദ്യമായിട്ടാണ്. അതെ അല്ലേ? ഓക്കെ. നിങ്ങൾ രണ്ടുപേരും ഇതിനു മുന്നേ ഇവിടെ പാടിയിട്ടുണ്ടല്ലേ? പാടിയിട്ടുണ്ട്. ഓക്കെ. ഇന്ന് ഏത് പാട്ടാണ് ഇവിടെ പാടുന്നത്? അമ്മ മടിയിൽ ചേർത്തിരുത്തി എന്ന് പറഞ്ഞ പാട്ട്. ഓക്കെ. എന്തുകൊണ്ടാ ഈ പാട്ട് സെലക്ട് ചെയ്തത്? എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള റീസൺ ഉണ്ടോ? അല്ല, ആദ്യം കേട്ടപ്പോൾ തന്നെ അത് ഹൃദയസ്പർശിയായ ഒരു ഗാനമായിട്ട് തോന്നി. അപ്പോൾ എല്ലാവർക്കും അതേ ഫീലിംഗ് തന്നെയായിരിക്കും അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ഓർക്കസ്ട്രയും നമ്മുടെ കോറസ് ഒക്കെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ നിങ്ങളുടെ പെർഫോമൻസിലേക്ക് പോയാലോ? ഓക്കെ, റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. പെറ്റമ്മ മറന്നാലും നമ്മെ മറക്കാത്ത ഒരു ദൈവമാണ് നമുക്കുള്ളത്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് എന്നും എപ്പോഴും ആശ്രയമാകുന്നതും അഭയമാകുന്നതും ദൈവം തന്നെയാണ്. ആ ദൈവത്തോട് ചേർന്ന് നിന്ന്, ഒപ്പം പരിശുദ്ധ അമ്മയോടും ചേർന്ന് നിന്ന് ഈ മനോഹരമായ ഗാനം നമുക്ക് ആസ്വദിക്കാം. അമ്മ മടിയിൽ ചേർത്തിരുത്തി അന്നെന്നോടു പറഞ്ഞു, ഈ അമ്മ നിന്നെ മറന്നാലും ദൈവം നിന്നെ മറക്കില്ല. പാപഭാരം പേറിയുള്ള നീറിയെന്നാലും ജീവിത പ്രതീക്ഷ മങ്ങി നീ തളർന്നാലും, പാപഭാരം പേറിയുള്ള നീറിയെന്നാലും ജീവിത പ്രതീക്ഷ മങ്ങി നീ തളർന്നാലും, പ്രത്യാശിക്കൂ ദൈവം നിന്നെ വീണ്ടെടുത്തിടും. എൻ മകനെ നീ ഏകനല്ല,
പ്രത്യാശിക്കൂ ദൈവം നിന്നെ വീണ്ടെടുത്തിടും. എൻ മകനെ നീ ഏകനല്ല, ദൈവം നിന്നെ മറക്കില്ല. അമ്മ മടിയിൽ ചേർത്തിരുത്തി അന്നെന്നോടു പറഞ്ഞു, ഈ അമ്മ നിന്നെ മറന്നാലും ദൈവം നിന്നെ മറക്കില്ല. ലോകരെല്ലാം നിന്ദനമേകി നിന്നെ വെറുത്താലും, മനസ്സു മുറിയും വാക്കു ചൊല്ലി വേർപിരിച്ചാലും, ലോകരെല്ലാം നിന്ദനമേകി നിന്നെ വെറുത്താലും, മനസ്സു മുറിയും വാക്കു ചൊല്ലി വേർപിരിച്ചാലും, ഉറ്റവരെല്ലാം കുറ്റം നൽകി നിന്നെ വെടിഞ്ഞാലും, എൻ കുഞ്ഞേ നീ ഏകനല്ല, ദൈവം നിന്നെ വെറുക്കില്ല. ഉറ്റവരെല്ലാം കുറ്റം നൽകി നിന്നെ വെടിഞ്ഞാലും, എൻ കുഞ്ഞേ നീ ഏകനല്ല, ദൈവം നിന്നെ വെറുക്കില്ല. അമ്മ മടിയിൽ ചേർത്തിരുത്തി അന്നെന്നോടു പറഞ്ഞു, ഈ അമ്മ നിന്നെ മറന്നാലും ദൈവം നിന്നെ മറക്കില്ല. അമ്മ മടിയിൽ ചേർത്തിരുത്തി അന്നെന്നോടു പറഞ്ഞു, ഈ അമ്മ നിന്നെ മറന്നാലും ദൈവം നിന്നെ മറക്കില്ല. ഹലോ, ഹായ്, എന്താ മോളുടെ പേര്? എൻ്റെ പേര് മരിയ സോണി. മരിയ എവിടുന്നാ വരുന്നത്? ഞാൻ എറണാകുളത്തു നിന്നാണ്. മരിയ പഠിക്കുകയാണോ, എന്താ ചെയ്യുന്നത്? ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ. ഓക്കെ, പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. ഓക്കെ, ഇന്ന് ഏത് പാട്ടാണ് മോൾ ഇവിടെ പാടുന്നത്? കരുണാർദ്ര സ്നേഹം. ഓക്കെ, മോൾക്കറിയോ ഈ പാട്ട് ആരാ എഴുതിയത്, പാടിയതെന്നൊക്കെ മോൾക്കറിയോ? ചിത്ര ചേച്ചി പാടിയ പാട്ടാ. ഓക്കെ, അപ്പോൾ വളരെ ഇഷ്ടമുള്ളൊരു പാട്ടായതുകൊണ്ടായിരിക്കും അത് സെലക്ട് ചെയ്തത്. ആ അതെ അതെ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പാടാൻ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഈശോയുടെ കരുണാദ്രമായ സ്നേഹത്തോട് ചേർന്ന് മരിയയുടെ ഈ ഗാനം നമുക്ക് ആസ്വദിക്കാം.
ചിരകാലമീ സ്നേഹനാളം. ഓരോ രാവും ഓരോ പകലും നിന്മാറിൽ ചാരുന്നു പൈതലാ. എന്നും ഉള്ളിൽ നിൻ സ്നേഹരൂപം ആരാധന നിനക്കെന്നും. കരുണാർദ്ര സ്നേഹം അകതാരിലലിയും ആത്മാവിനാനന്ദം നീ. ചേർത്തിന്നും നിൻഹൃത്തിൽ അകലുമീ ദൂർത്തയാം പുത്രിയൻ നീ. എൻ ചാരേ വന്നു നീ, കൂട്ടത്തിൽ ഏകയാം കുഞ്ഞാടു ഞാൻ. മാർഗവും നീ സത്യവും നീ, നിത്യജീവൻ ഏകുന്നു നീ. ആത്മനാഥനീശുവേ ജീവിക്കും ദൈവത്തിൻ നാമം. കരുണാർദ്ര സ്നേഹം അകതാരിലലിയും ആത്മാവിനാനന്ദം നീ. ഇന്നാളും നിന്റേതാ കരുതീണം ഏഴയാം നിൻ സുതയേ. കാലങ്ങൾ മാഞ്ഞാലും നിൻ സ്നേഹമൊഴിയിൽ ശാശ്വതമേ. ആത്മാവും നീ ജീവനും നീ, നിത്യസഹായകൻ നീകനേ. പ്രാണനാഥനീശുവേ അത്യുന്നത ദൈവത്തിൻ സൂനു. കരുണാർദ്ര സ്നേഹം അകതാരിലലിയും ആത്മാവിനാനന്ദം നീ. കാവൽ വിളക്കാൻ എരിയണമുള്ളിൽ ചിരകാലമീ സ്നേഹനാളം. ഓരോ രാവും ഓരോ പകലും നിന്മാറിൽ ചാരുന്നു പൈതലാ. എന്നും ഉള്ളിൽ നിൻ സ്നേഹരൂപം ആരാധന നിനക്കെന്നും. കരുണാർദ്ര സ്നേഹം അകതാരിലലിയും ആത്മാവിനാനന്ദം നീ. ഹോളി ബീറ്റ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും അവസാന ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അനുദിനം നമ്മളെ വഴി നടത്തുന്ന ദൈവത്തോട് ചേർന്ന് നിന്ന് അവിടുത്തെ പാത പിന്തുടരുവാനും അവിടുത്തെ കൃപയിലായിരിക്കുവാനും നമ്മെ സഹായിക്കുന്ന, നമ്മെ ഓർമ്മപ്പെടുത്തുന്ന അതിമനോഹരമായ ഗാനമാണ് കാൻഡിൽസ് ബാൻഡിലെ സിംഗേഴ്സ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇവരോടൊപ്പം ചേർന്ന് നിന്ന് ഈ മനോഹര ഗാനം നമുക്കും ആസ്വദിക്കാം.
ഹോളി ബീറ്റ്സിൻ്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ഗാനങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. ഇതുപോലെ തന്നെ അടുത്ത ആഴ്ചയും കൂടുതൽ മനോഹരമായ ഗാനങ്ങളുമായി നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും. ഇനിയും നിങ്ങൾക്ക് ഈ ഗാനങ്ങൾ ആസ്വദിക്കാൻ ഷാലോം TV-യുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം. അടുത്ത ആഴ്ച കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു സോ മച്ച്.